എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദു ഫോൺ വിളിച്ചാൽ എടുക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമമാണ് അനിക്ക്. അതുകൊണ്ട് അനി നന്ദുവിനെ കാണാനായിട്ട് ചെല്ലുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇനി നിൻ്റെ ഫ്രണ്ടും അതുപോലെ ജീവിത പങ്കാളിയും എല്ലാം അനാമികയാണ്. അതുകൊണ്ട് ഇനി നീ സമയം ചെലവഴിക്കേണ്ടത് അനാമികയുടെ കൂടെയാണ്. നിൻ്റെ മനസ്സ് തുറക്കേണ്ടതും അനാമികയോടാണ് എന്ന് വളരെ വിഷമത്തോടെയാട്ടോ പറയുന്നത്. അതിനുശേഷം ജയനെ കാണിക്കുന്നുണ്ട്. അന്നേരം ജയൻ പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് അച്ഛന് എപ്പോഴും സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, പറയണം. പക്ഷേ ഇതെല്ലാം അറിയുന്ന ആദർശ് പോലും പലപ്പോഴും അച്ഛനെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത് എന്ന് ജയൻ വളരെ വിഷമത്തോടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവയാനി ഈ വീട്ടിലോട്ട് വലതുകാലം വെച്ച് കയറിയ അന്ന് മുതൽ ഒരു മരുമകളുടെ എല്ലാ കടമകളും നിർവഹിച്ചിട്ടുണ്ട്. അതെല്ലാം അറിഞ്ഞു തന്നെയാണ് അവൾ ജീവിക്കുന്നതും. പക്ഷേ മനസ്സിൽ കുടിയേറ്റേണ്ട, മനസ്സിൽ സ്നേഹിക്കേണ്ട ഒരാളെ മാത്രം അവൾ മനസ്സിൽ നിന്നും പടിയിറക്കി വിട്ടു. അതിൽ മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അതിനുശേഷം ആദർശും ദേവയാനിയും അനിയോട് ഇത്തിരി ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അനിയുടെ സ്വഭാവമല്ലേ, അനി മിക്കപ്പോഴും നയനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. ഈ കാര്യം തന്നെ അവിടെയും പറഞ്ഞിട്ടുണ്ടാവും, അതാവും കാര്യം. ഏതായാലും ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങൾ. വിശദമായ എപ്പിസോഡുമായി നമുക്ക് നാളെ കാണാം.